ഉപദേശിച്ചുകൊണ്ട് ഒരു കാര്യമായ അസുഖം വന്നാൽ മാത്രമാണ് ആൾക്കാർ ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് ഇത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ ഒരു സ്കെപ്റ്റിസം ഡോക്ടേഴ്സിന്റെ ഇടയിൽ തന്നെ പലപ്പോഴും ഉണ്ട്. പിന്നെ ഈ പ്രിവെന്റീവ് മെഡിസിൻ അഡ്വൈസ് ചെയ്തുകൊണ്ടോ ആ രീതിയിലുള്ള ഏതെങ്കിലും ഒരു സ്ക്രീനിങ് ടെസ്റ്റിന് പോയാലോ അത് അതിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർക്ക് പൈസ കിട്ടുന്നത് വളരെ കുറവായിരിക്കും. പിന്നെ ഏതെങ്കിലും നമ്മൾ ചില സ്ക്രീനിങ് ടെസ്റ്റ് പോയി ചെയ്ത് കഴിഞ്ഞാൽ അതിന് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെന്റ് റീഇംബേഴ്സ്മെന്റോ കിട്ടാൻ വളരെ പ്രയാസം ഉള്ള സ്ഥിതിയുണ്ട്. ഇത് വളരെ അടുത്ത കാലത്തായിട്ട് വളരെയധികം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് പലരും ഈ പ്രിവെന്റീവ് മെഡിസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. എന്നിരുന്നാലും അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ഇപ്പോൾ ആർക്കും യാതൊരു ഡൗട്ടും ഇല്ല. അപ്പൊ നമുക്ക് ഈ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം പ്രൊമോഷൻ ഓഫ് പോസിറ്റീവ് ഹെൽത്ത് എന്ന് ചോദിക്കുകയാണെങ്കിൽ what WHO says is the emphasis should start from the girl child. കാരണം നമ്മുടെ വേദങ്ങളൊക്കെ പറയുന്നത് തന്നെയാണ് സ്ത്രീ അല്ലെങ്കിൽ മാതാവ് അവരിൽ നിന്നാണ് ഈ കുട്ടികൾ ജന്മമെടുത്ത് അമ്മയുടെ വയറ്റിൽ കിടന്നാണ് പുറത്തു വരുന്നത്. അപ്പൊ ആ സമയം മുതൽ ഉള്ള ഒരു പരിലാളനം, ഒരു പുതിയ ജീവനെ കിട്ടിക്കൊണ്ടിരിക്കണം, അതിൽ ശ്രദ്ധ വേണം. എന്നാൽ മാത്രമാണ് ആ ഒരു പരിലാളനം തീർച്ചയായിട്ടും റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കൂ ആ വ്യക്തിയുടെ തുറന്നുള്ള വളർച്ചയിലും ഡെവലപ്മെന്റിലും. ഇപ്പൊ അത്തരം ഒരു അതും വളരെ ഇറ്റ്സ് എ വെരി സിമ്പിൾ സ്ട്രേറ്റ് ഫോർവേഡ് തിങ്. യു ഡോണ്ട് ഹാവ് ടു ബി എ റോക്കറ്റ് സയന്റിസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പൊ ഏതെല്ലാം രീതിയിൽ അമ്മയുടെ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയ മദറിന്റെ ആരോഗ്യത്തെ പരിപാലിക്കാൻ പറ്റും, which will directly be reflecting on the small baby who is growing in the uterus of the mother. അമ്മയ്ക്കെല്ലാം അതുകൊണ്ട് അതേ ഈ അനീമിയ വളരെ അയേണിന്റെ കണ്ടന്റ് അയേൺ ധാരാളമായി കൂടുതലായിട്ട് കഴിക്കണം. ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞ വൈറ്റമിൻ വളരെ കൂടുതലായിട്ട് കഴിക്കണം. ഇത് രണ്ടും എല്ലാ പ്രഗ്നന്റ് ആയ പെൺകുട്ടികളും പ്രഗ്നന്റ് ആയ സ്ത്രീകളും പെൺകുട്ടികളും ശരിയല്ല, എല്ലാ പ്രഗ്നന്റ് ആയ സ്ത്രീകളും ഈ അയേൺ ആൻഡ് ഫോളിക് ആസിഡ് സ്ഥിരമായിട്ട് ഗർഭപാത്രത്തിൽ വളർന്ന ബേബിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്നൊക്കെ വളരെ നിഷ്പ്രയാസം വളരെ ഈസി ആയിട്ട് ഇപ്പോൾ കണ്ടുപിടിക്കാവുന്നതാണ്. അത് അങ്ങനെ ഇൻകോമ്പാറ്റിബിലിറ്റികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഇന്റർവെൻഷൻസ്. തലയിലെഴുത്ത് ജീൻ എഴുത്ത് ദൈവം മോശമായ രീതിയിൽ സൃഷ്ടിച്ച ചില സൃഷ്ടികളുണ്ട്. അവരെല്ലാം പുറത്തു വന്ന് വളരെയധികം യാതനകൾ അനുഭവിക്കുന്നതിന് പകരം അത്തരം കുട്ടികൾക്ക് ജന്മം നൽകാതിരിക്കുവാൻ വേണ്ടി മെഡിക്കൽ ടെർമിനേഷൻ the medical community actually encourages. പലതരം മരുന്നുകൾ, ഫോർ എക്സാമ്പിൾ ഒരു പ്രഗ്നന്റ് ആയ മദറിന് ഒരു ഫിക്സ് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരം ഡ്രഗുകളുണ്ട്. അതിലൊരു വളരെ ഫിക്സിന് സാധാരണമായി കൊടുക്കുന്ന ഒരു ഡ്രഗാണ് ഡൈഫിനൈൽ ഹൈഡൻഡോയിൻ എന്ന് പറയുന്നത്. ആ മരുന്ന് കഴിച്ചില്ല, മറ്റേ സോഡിയം വാൽപ്രോയേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നലെ തന്നെ രണ്ടുപേരെന്നെ കിട്ടി സോഡിയം വാൽപ്രോയേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അത് ന്യൂറോട്യൂബ് ഡിഫക്റ്റ്, ഹാർട്ടിന് ഡിഫക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഫീറ്റസിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അത് ഇപ്പൊ പ്രഗ്നന്റ് ആയി പറഞ്ഞ് ആ സ്ത്രീ നമ്മുടെ അടുത്ത് വരുമ്പോഴേക്ക് ഓൾറെഡി ഫസ്റ്റ് 3 months, ഫസ്റ്റ് ട്രൈമിസ്റ്റർ, വിച്ച് ഇസ് ദ ടൈം വെൻ ദ ഓർഗാനോജെനസിസ്, ഓർഗൻ സിസ്റ്റംസ് ഡെവലപ്പ്, ആ പീരീഡ് ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതിന് മുമ്പേ ഇത് ബ്ലോക്ക് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ whenever a young lady with epilepsy comes, you have to be cautious in starting this, or you have to tell that, okay, I'm starting this drug, and at least 2-3 years you should not think of getting enlarging your family, getting married and having children. You have to postpone at least the point of having children, and you have to take appropriate contraceptive measures. If you don't do that, if you accidentally if you get married and you do get pregnant, then this is a serious problem for your baby. So because sometimes you have to give these drugs because they are the best drugs for that specific type of epilepsy. So there are intelligent ways of actually communicating and preventing such serious problems. അതുമാതിരി ചില ഇൻഫെക്ഷൻസ് പ്രഗ്നൻസി വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ മീസിൽസ്, ചിക്കൻ പോക്സ്, ടോക്സോപ്ലാസ്മോസിസ്, അതുമാതിരി ഒരു ടോർച്ച് ഇൻഫെക്ഷൻ എന്ന് പറയും, കുറെ ഒരു 5-6 ഡിസീസുകളുണ്ട്. ഇതൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബേബിയെ എഫക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മദറിന് ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ വന്നു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് ബെസ്റ്റ് ടു ഡു എ മെഡിക്കൽ termination of pregnancy rather than allow that pregnancy to continue. There are some situations whether somebody must have consumed after waiting long to have a baby and still if this happens, then you have to very closely monitor the baby by amniotic fluid chemical examination, by ultrasound examination, and if the baby is
progressing all right, then we might explain the risk and allow them to continue it. But if there are serious defects in the baby which we could actually diagnose, then the option of abortion has to be very seriously discussed with the patient. And of course, our ultimate decision we have to give to the parents. It's their right to decide whether they should have baby or not. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ ഉടനെ again the birth asphyxia എന്ന് പറഞ്ഞ ഇന്നലെ ഈ ചോദ്യം പലരും ചോദിച്ചു. ഒരു കുട്ടി പിറന്നു വീണ ഉടനെ ഒരു ആദ്യത്തെ ഒരു 7 മിനിറ്റ് വളരെ വളരെ പ്രധാനമാണ്. അതിന്റെ ഉള്ളിലെ ഫസ്റ്റ് ക്രൈ നടന്നിരിക്കണം. അത് നടന്നിട്ടില്ലെങ്കിൽ കുട്ടിയുടെ ബേബിയുടെ ഫസ്റ്റ് ക്രൈ ഈസ് സക്കിംഗ് എ ലോട്ട് ഓഫ് ഓക്സിജൻ ഇൻ ടു ഹിസ് ഓൺ circulation and to provide it to his own brain, because he's no longer getting oxygen and glucose through the umbilical cord from the mother. So he has to produce his own oxygen and his own glucose to reach his brain. So അതിനുള്ള ഒരു physiological mechanism ആണ് first cry എന്നുള്ളത്. If a baby has not cried for first 7 minutes, we should not have such a situation to occur. Baby has to be watched carefully. At the end of 4 or 5 minutes, you wait maximum 3 to 5 minutes. And if the baby has not cried, this is done within the delivery room, nowhere else. Within 3 minutes, 5 minutes, that is what is called Apgar score. If it has not reached a level of a minimum of 7, then immediately you have to give artificial breathing. It is a very simple mouth-to-mouth breathing to be given to the baby by obstetrician or by the neonatologist or pediatrician who is attending, or even a trained nurses. And that can save a lot of babies ending up with huge portions of their brain dead. It is very simple, careful evaluation. So any delivery, this can happen. You can be never sure just because everything is going all right. The baby to be born is going to make the cry. In fact, it's a miracle that every baby is crying within 7 minutes. It's a nature's great miracle. So you shouldn't be surprised if it doesn't happen. You should be prepared to intervene within that time if it's necessary. Babies developing sepsis, the only sign may be some vomiting and some poor activity. There will not be fever. There will not be any other big signs of infections. The only what can a baby do when it gets infected? It can only stop crying, it can stop making much of movement, stop making less of anticipated movement, it will be looking less bright. Immediately that infection has to be detected and antibiotics has to be started to save its life. Now even adults need some of these immunization. Ideally tetanus diphtheria more after 18 years everybody should get once in 10 years. Some of the people who are getting, say, nephrotic syndrome, getting steroids, or some asthma patient getting steroids, they need actually the varicella zoster virus. Similarly, all women between 18 to 40, they should get what is called MMR vaccine. Because if they don't take this vaccine, their baby in the uterus can get affected with mumps, measles, and rubella. All these things can directly damage the heart and the brain while the baby is in the mother's uterus. So 18 to 40 years, at least one dose, ideally in the pubertal age, every girl should get. Others are of course more routinely practiced in Western countries, but it's a good option to have influenza vaccine after the age of 50 years. 50 years, 60 years, no, I don't need any vaccine. That's not true. You're all having a right to live happily and healthily, and the influenza is a serious problem with the elderly people. So that vaccine is worth taking. Ideally, they say every 2 years, but at least once in 5 years, it's worth taking.